ഇന്നും നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടതുപോലെ കുടുംബങ്ങളെ രക്ഷിക്കുമെന്ന് ഉറപ്പുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ഓർക്കുകയാണ്, ഏതാണ്ട് ഒരു 30 വർഷങ്ങൾക്ക് മുമ്പ് R.W. ഷാംബാക്ക് എന്ന് പറയുന്ന ദൈവദാസൻ അമേരിക്കയിൽ പ്രസംഗിക്കുകയാണ്. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന് അന്ന് പ്രസംഗിക്കുമ്പോൾ തന്നെ ഏതാണ്ട് 78 വയസ്സുണ്ട്. അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ ഒരു ഓഡിറ്റോറിയത്തിൽ 30,000-ഓളം വരുന്ന കാണികൾ, ഓഡിയൻസ് ഇരുന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കുകയാണ്. പ്രസംഗം പകുതിയായപ്പോൾ ഏറ്റവും പുറകിലത്തെ ഡോറ് തുറന്ന് ഒരു 50 വയസ്സുള്ള ലേഡി ഓടിക്കതച്ച് നേരെ ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് പറഞ്ഞു, സ്റ്റോപ്പ് ഇറ്റ് ബ്രദർ, സ്റ്റോപ്പ് യുവർ പ്രീച്ചിങ്, ഐ സേ സ്റ്റോപ്പ് ഇറ്റ്. നിർത്താൻ പറഞ്ഞു, പ്രസംഗം നിർത്താൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ 55 കൊല്ലത്തെ ജീവിതത്തിൽ പ്രസംഗത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത സംഭവം. പ്രസംഗം നിർത്താനാ പറഞ്ഞു. അദ്ദേഹം പ്രസംഗം നിർത്തി. എന്ത് വേണമെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ബ്രദർ ഐ എം റിയലി സോറി, എനിക്ക് എന്നോട് ക്ഷമിക്കണം, ഇപ്പോൾ രാത്രി 9:30 ആയില്ലേ. എന്നിട്ട് ആ സ്ത്രീ പറഞ്ഞു, ബ്രദർ ഇന്ന് രാത്രി 10:30 എന്റെ മൂത്ത മകനെ അമേരിക്കൻ ഗവൺമെന്റ് സുപ്രീം കോടതി ഇലക്ട്രിക് ചെയറിൽ വെച്ച് കരിച്ചു കളയാൻ വിധിച്ചിരിക്കുകയാണ്. ഒരു കൊലപാതക കുറ്റത്തിന് പോലീസ് പിടിച്ച എന്റെ മകനെ ഇന്ന് ഇലക്ട്രിക് കസേര, നിങ്ങൾക്കറിയാം അമേരിക്കയിൽ കരിച്ചു കളയാണ്, ഇലക്ട്രിക് ചെയറിലെത്തി ചാരമാക്കി കളയാണ്. ഇലക്ട്രിക് കസേരയിലെത്തി എന്റെ മകനെ കരിച്ചു കളയാൻ വിധിച്ചു. ഞാൻ വന്നത് വേറൊന്നുമല്ല, ഞാൻ എന്റെ മകനോട് സംസാരിച്ചപ്പോൾ എന്റെ മകൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അവൻ നിരപരാധിയാണെന്ന് എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മയിട്ടുകൊണ്ട് പറഞ്ഞു. അമ്മ ആര് വിശ്വസിച്ചില്ലേലും അമ്മ വിശ്വസിക്കണം, ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഹല്ലേലൂയ. ഞാൻ അവനെ വിശ്വസിക്കുന്നു ബ്രദർ, ഞാൻ അവനെ വിശ്വസിക്കുന്നു, പക്ഷെ തെളിവുകളെല്ലാം എതിരാണ്. എന്നിട്ട് പറഞ്ഞു, ബ്രദർ 55 കൊല്ലമായിട്ട് കർത്താവിനെയല്ലേ പ്രസംഗിച്ചത്, ബ്രദർ 55 കൊല്ലമായിട്ട് വിശ്വാസം പ്രസംഗിച്ചില്ലേ, ബ്രദറിന് പ്രാർത്ഥിക്കാനുള്ള ധൈര്യമുണ്ടോ? 1 മണിക്കൂർ മാത്രമുള്ളപ്പോൾ എന്റെ മകനെ ഇലക്ട്രിക് ചെയറിൽ നിന്ന് രക്ഷിച്ച് എന്റെ കുടുംബത്തിന്റെ നഷ്ടപ്പെട്ടു പോയ സമാധാനം മടക്കിത്തരാൻ, എന്റെ കുടുംബത്തിലെ എന്റെ പൊന്നുമോനെ എനിക്ക് മടക്കിത്തരാൻ ബ്രദറിന് പ്രാർത്ഥിക്കാനുള്ള ധൈര്യമുണ്ടോ? ഇപ്പൊ മണി 9:30 കഴിഞ്ഞു ബ്രദർ, 10:30 എന്റെ മോനെ കൊല്ലുകയാണ്, ഇലക്ട്രിക് കസേരയ്ക്കായിരിക്കും, ബ്രദർ പ്രാർത്ഥിക്കണം. ആളുകളെല്ലാം തരിച്ചിരിക്കുകയാണ്, കാരണം സുവിശേഷ പ്രസംഗത്തിന്റെ ഇടയ്ക്കുള്ള സമയമാണ്. അദ്ദേഹം തന്റെ മൈക്രോഫോൺ താഴേക്ക് വെച്ച് താഴേക്ക് ഇറങ്ങി വന്നു. അദ്ദേഹം ആളുകളോട് പറഞ്ഞു, ഓഡിയൻസ് എല്ലാം എഴുന്നേറ്റ് നിൽക്കുക. എല്ലാവരും എഴുന്നേറ്റ് നിന്നു. പ്രിയപ്പെട്ടവരെ, മുട്ടിന്മേൽ നിന്നുകൊണ്ട് ആ മനുഷ്യൻ കണ്ണുനീരോട് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ഇതായിരുന്നു, പരിശുദ്ധാത്മാവേ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ, എന്നെ സഹായിക്കണം. ഭാഷാപരത്തിലായി പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ ഇടയിൽ പരിശുദ്ധാത്മാവ് ഒരു പ്രാർത്ഥന ചൊല്ലിയത് ആളുകൾ കേട്ടു. ആ പ്രാർത്ഥന ഇതാണ്, ഓ ഗോഡ് കൺവിക്ട് ദ റിയൽ കൾപ്രിറ്റ്. യഥാർത്ഥ കുറ്റവാളിക്ക് പാപബോധവും പശ്ചാത്താപവും കൊടുക്കണമേ. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. യഥാർത്ഥ കുറ്റവാളിക്ക് പാപബോധവും പശ്ചാത്താപവും കൊടുക്കണമേ. പ്രിയപ്പെട്ടവർ, ഈ കേസ് നടന്നിട്ട് 1 വർഷമായി. സുപ്രീം കോടതി എല്ലാ തെളിവുകളും പരിശോധിച്ചിട്ടാണ് വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത്രയും കാലം മുന്നോട്ട് വരാതിരുന്ന കുറ്റവാളി മുന്നോട്ട് വരുമെന്ന് ഒരു പ്രതീക്ഷയും ആർക്കുമില്ല. അദ്ദേഹം പക്ഷേ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, സഹോദരി പൊയ്ക്കോളാൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ മീറ്റിംഗ് അവസാനിച്ചു. അദ്ദേഹം ഹോട്ടൽ മുറിയിൽ പോയി കിടന്നു. പിറ്റേന്ന് രാവിലെ അദ്ദേഹം തന്റെ ഹോട്ടലിന്റെ റെസ്റ്റോറന്റിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോയപ്പോൾ അവിടെ കിടന്ന ന്യൂയോർക്ക് ടൈംസ് എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ അദ്ദേഹം ചുമ്മാ എടുത്തു. അതിന്റെ മുൻവശത്തെ പേജിൽ ഒരു ഫോട്ടോ സഹിതം വലിയൊരു വാർത്ത കൊടുത്തിരിക്കുകയാണ്. ഇലക്ട്രിക് ചെയറിൽ നിന്നും മരണത്തിന് 45 മിനിറ്റ് മുമ്പ് അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ട ഹോഗൻ എന്ന പേരിൽ ഒരു വാർത്ത കൊടുത്തിരിക്കുക. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ഇലക്ട്രിക് ചെയറിൽ നിന്നും മരണത്തിന് 45 മിനിറ്റുകൾക്ക് മുമ്പ് അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ട ഹോഗൻ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ, അവന്റെ അമ്മയും കൂടെ നിൽക്കുന്ന ഫോട്ടോയാണ്. പെട്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി, ദൈവമേ, ഞാൻ ഇന്നലെ രാത്രി പ്രാർത്ഥിച്ചത് ഈ സ്ത്രീയുടെ നിലവിളിക്ക് ഉത്തരമായിട്ടാണല്ലോ ഞാൻ ഇന്നലെ രാത്രി പ്രാർത്ഥിച്ചത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അദ്ദേഹത്തിന്റെ ഭക്ഷണം മാറ്റി വെച്ചിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കാൻ വായിച്ചു. സംഭവം എന്താണെന്ന് അറിയാനാ നോക്കിയപ്പോൾ സംഭവം ഇതാണ്. ഇദ്ദേഹം പ്രാർത്ഥിച്ചു കഴിഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ജയിൽ സൂപ്രണ്ടിന്റെ ടെലഫോണിൽ ഒരു ഫോൺ കോൾ വന്നു. അപ്പുറത്തെ എൻഡിൽ നിന്നും മനുഷ്യൻ വിളിച്ചു പറഞ്ഞു, സാർ നിങ്ങൾ കൊല്ലാൻ പോകുന്നത് ഒരു നിരപരാധിയാണ്. അപ്പൊ ഇദ്ദേഹത്തിന് കലി കയറി. ഇദ്ദേഹം പറഞ്ഞു, രാത്രിയാണ് അവിടെ ഫോണിൽ വിളിച്ച് അനാവശ്യം പറയുന്നത്. ഇവിടുത്തെ കോടതികളെല്ലാം. അദ്ദേഹം പറഞ്ഞു, സാർ കോടതി അവിടെ നിൽക്കട്ടെ. അദ്ദേഹം പറഞ്ഞു, സാർ ആ മരിച്ച വ്യക്തിക്ക് നീല ജീൻസ് അല്ലായിരുന്നു ഇട്ടിരുന്നത്. അദ്ദേഹം പറഞ്ഞു, അതെ. വെള്ള ടീഷർട്ട് അല്ലായിരുന്നു ഇട്ടിരുന്നത്. അതെ. നെഞ്ചിന്റെ നടുഭാഗത്തല്ലായിരുന്നു കത്തി കുത്തി ഇറക്കിയിരുന്നത്. അതെ. ഒരു കണ്ണ് കുത്തി പൊട്ടിച്ചിട്ടില്ലായിരുന്നു. അതെ. ടോയ്ലറ്റിന്റെ ഇപ്പുറത്തേക്ക് വലിച്ചഴിച്ച രൂപത്തിലല്ലായിരുന്നു ഇട്ടിരുന്നത്. അല്ലെ. ഒരു കാല് പൊക്കി സ്റ്റൂളെ വെച്ചിട്ടില്ലായിരുന്നു. അതെ. മൃതദേഹം കമിഴ്ത്തി കടത്തിയിരിക്കല്ലായിരുന്നു. അതെ. താനെങ്ങനെ ഇത്ര കൃത്യമായിട്ട് പറഞ്ഞത്? മറുതലയ്ക്കിൽ നിന്ന് മറുപടി വന്നു, സാർ ഞാനാണ് അവനെ കൊന്നത്. നിങ്ങൾ ഇന്ന് രാത്രി കരിക്കാൻ പോകുന്നത് ഒരു നിരപരാധിയാണ്. ചേർത്ത് പറഞ്ഞു ഹല്ലേലൂയ. ജയിൽ സൂപ്രണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ അല്പനേരം ഇരുന്നിട്ട് അദ്ദേഹം പെട്ടെന്ന് അമേരിക്കൻ ഗവൺമെന്റിനെ അറിയിച്ചു, ഹോഗൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ വധശിക്ഷ പോസ്റ്റ്പോൺ ചെയ്യണം, പെട്ടെന്ന് അവനെ കൊല്ലരുത്, നമുക്ക് നാളെ ആക്കിയാലും കുഴപ്പമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ ഒരു കാർ വന്ന് നിന്നു. അതിൽ നിന്നും യഥാർത്ഥ കുറ്റവാളി ഇറങ്ങി വന്നു. ചേർന്ന് പറഞ്ഞ് ഹല്ലേലൂയ.
യഥാർത്ഥ കുറ്റവാളിയെ അറസ്റ്റ് ചെയ്ത്, ഇനിയാണ് നിങ്ങൾ കേൾക്കാൻ പോണ സംഭവം. അറസ്റ്റ് ചെയ്ത് ഇദ്ദേഹത്തെ ഇരുത്തിയിരിക്കുന്ന സമയത്ത് പോലീസ് ഓഫീസറോട് ചോദ്യം ചോദിച്ചു, മിസ്റ്റർ, 1 വർഷമായിട്ട് മറഞ്ഞിരുന്ന നിങ്ങൾ എങ്ങനെയാണ് ഇന്ന് രാത്രിയിൽ മരണത്തിന് തൊട്ട് മുമ്പ് ഇങ്ങനെ ഒരു ഫോൺ കോളിലൂടെ പിടികൊടുക്കാൻ കാരണം എന്താണ്? ഹല്ലേലൂയ. ആ ചെറുപ്പക്കാരൻ വിലങ്ങുവിട്ടിരുന്നിട്ട് അല്പം നേരം ആലോചിച്ചിട്ട് പറഞ്ഞു, ശരിക്കു പറഞ്ഞ സാറേ, ഞാനും ഇപ്പം അത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. പറഞ്ഞു ഹല്ലേലൂയ. ശരിക്കു പറഞ്ഞാൽ ഞാനും ഇപ്പം അത് തന്നെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എങ്ങനെയാണ് ഈ പോലീസ് സ്റ്റേഷനിൽ ഇപ്പൊ വന്ന് വിലങ്ങിട്ടിരിക്കുന്നത്? ഞാനിത് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സാർ ഈ ചോദ്യം എന്നോട് ചോദിക്കുന്നത്. ചേർന്ന് പറഞ്ഞു ഹല്ലേലൂയ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്നലെ രാത്രി കൃത്യം 9:45 എനിക്ക് ഇരിക്കാൻ പറ്റാത്ത ഒരു വലിയ വെപ്രാളം എന്റെ ഉള്ളിലുണ്ടായി. ഒരു നിരപരാധി നീ കാരണം ഇലക്ട്രിക് ചെയറിലാകുന്നു, നീ പോയി അവനെ രക്ഷിക്കണം. 9:45 എന്ന് പറഞ്ഞ എപ്പോഴാണെന്നറിയാമോ? ദൈവദാസൻ പ്രാർത്ഥിച്ച് പ്രാർത്ഥന നിർത്തി 2 മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ. ഉച്ചത്തിൽ പറ മക്കളെ ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. രാത്രി 9:45 എന്റെ മനസ്സിൽ വലിയ ഭാരമുണ്ടായി. ഞാൻ അന്നേരമാണ് ജയിലിലെ സൂപ്പറിനെ വിളിച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അമേരിക്കയിലെ പത്രങ്ങൾക്കും മീഡിയകൾക്കും വലിയ അത്ഭുതമായി മാറിയ ഈ സംഭവത്തിന്റെ പുറകിൽ കുടുംബങ്ങൾ തകർന്നു കിടക്കുമ്പോൾ രക്ഷിക്കാൻ ഓടി വരുന്ന യേശു ക്രിസ്തുവിന്റെ അപരിമേയമായ സ്നേഹത്തെ നമ്മൾ കണ്ടുമുട്ടുന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ.